ഹായ് ഓൾ, വെൽക്കം ടു വിങ്സ് ടു വിൻ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2027 നമുക്ക് സെൻസസ് നടക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് സെൻസസിനെ കുറിച്ച് ഒരു കറണ്ട് അഫെയർ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയുടെ 16th സെൻസസ് ആണ് നടക്കുന്നത്. ഇന്ത്യയിലെ 16ാമത്തെ ദേശീയ സെൻസസ് ആണ് 2027 നടക്കുന്നത്. ഓരോ 10 വർഷം കൂടുമ്പോഴുമാണ് സെൻസസ് നടക്കുന്നത്. ആക്ച്വലി 2011 ശേഷമുള്ള ആദ്യത്തെ സെൻസസ് ആണ് 2027 2011 സെൻസസ് നടന്നിട്ട് വീണ്ടും 2021 സെൻസസ് നടക്കേണ്ടതായിരുന്നു. പക്ഷെ കോവിഡിന്റെ ഇമ്പാക്ട് പ്രകാരം നമുക്ക് 2021 സെൻസസ് നടത്താനായിട്ട് കഴിഞ്ഞില്ല. ആ സെൻസസ് ആണ് 2027 നടക്കുന്നത്. ഓക്കെ, ഇൻഡിപെൻഡൻസിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ 8ാമത്തെ സെൻസസ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. മാത്രമല്ല ഈ സെൻസസിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആണ് ഇത്. മൊബൈൽ ആപ്പുകൾ ത്രൂവും ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഇവിടെ വിവരശേഖരണം നടത്തുന്നത്. മാത്രമല്ല ജനങ്ങൾക്ക് സ്വയം തന്നെ സെൽഫ് എന്യൂമറേഷൻ നടത്താനുള്ള, സ്വയം ഓൺലൈനായിട്ട് വിവരങ്ങൾ കൈമാറാനുള്ള സൗകര്യവും സൈറ്റ് മുഖേന ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഏതിനുണ്ട്? നമ്മളുടെ ഈ ഒരു ബജറ്റിന് ഉണ്ട്. ഓക്കെ, 2 ഘട്ടങ്ങളിലായിട്ടാണ്, 2 ഫേസസിലായിട്ടാണ് ഈ സെൻസസ് നടക്കുന്നത്. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് ആണ്. അതായത് വീടുകളുടെയും താമസ സൗകര്യങ്ങളെയും കുറിച്ചുള്ള വിവരശേഖരണമാണ് അവിടെ നടക്കുക. അതായത് ഹൗസ് റെന്റ് ആണോ, ഓൺഡ് ആണോ, അതുപോലെ തന്നെ വീടുകളിലെ സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എത്രത്തോളം ഉണ്ട്, ഇതിനെക്കുറിച്ചുള്ളൊരു സെൻസസ് ആണ്. ഇതിനെക്കുറിച്ചുള്ള വിവരശേഖരണമാണ് ഒന്നാമത്തെ ഫേസിൽ നടക്കുന്നത്. 2ാമത്തെ ഫേസിലാണ് എന്ത്? പോപ്പുലേഷൻ എന്യൂമറേഷൻ നടക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ജനസംഖ്യാ വിവരങ്ങൾ ശേഖരിക്കലാണ് പോപ്പുലേഷൻ എന്യൂമറേഷൻ ത്രൂ നടത്തപ്പെടുന്നത്. ഓക്കെ, ഇതിന്റെ റഫറൻസ് ഡേറ്റ് എന്ന് പറയുന്നത് 2027 മാർച്ച് 1 മുതലാണ്. ഭൂരിഭാഗ പ്രദേശങ്ങളിലും ഭൂരിഭാഗ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമൊക്കെ ഏതാണ് 2027 മാർച്ച് 1 മുതലാണ് കളക്ട് ചെയ്ത് തുടങ്ങുക. പക്ഷെ ചില പ്രത്യേകതയുള്ള സ്ഥലങ്ങളിൽ, അതായത് ഹിമാലയൻ പ്രദേശങ്ങളിൽ, മഞ്ഞു പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു മാസം ആപ്റ്റ് അല്ലാത്തത് കൊണ്ട് വേറൊരു ഘട്ടത്തിലായിരിക്കും സെൻസസ് നടത്തപ്പെടുന്നത്. ഓക്കെ, കോവിഡ് ഡിലേക്ക് ശേഷമുള്ള ആദ്യത്തെ സെൻസസും കൂടെയാണ് 2027. ഇപ്പൊ നിലവിലുള്ള ഡാറ്റ പ്രകാരം 2011 ഡാറ്റയാണ് എടുക്കുന്നത്. ഇനി 2027 കറന്റ് വരാനിരിക്കുന്നുള്ളൂ അല്ലെ. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്, സെൻസസിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സെൻസസ് എടുക്കുന്നത്? ആക്ച്വലി ജനസംഖ്യ, വിദ്യാഭ്യാസം, തൊഴില്, നമ്മളുടെ പാർപ്പിടം, ഇവയൊക്കെ കുറിച്ചുള്ള വിവരശേഖരണമാണ് ഇതിൽ നടക്കുന്നത്, സെൻസസിൽ നടക്കുന്നത്. ഇതൊക്കെ ഈ സെൻസസ് വെച്ചിട്ടാണ് സർക്കാർ അവരുടെ ക്ഷേമ പദ്ധതികൾ അല്ലെങ്കിൽ വെൽഫെയർ പോളിസീസ് ഒക്കെ കൈകൊള്ളുന്നത്. മാത്രമല്ല നമ്മുടെ ഇലക്ഷന്റെ ഭാഗമായിട്ട് മണ്ഡല പുനർനിർണയങ്ങളൊക്കെ നടക്കും അല്ലെ. ഇതിനൊക്കെ വേണ്ടിയിട്ടും ഈ സെൻസസിന്റെ ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്. അതും കൂടെ നിങ്ങളുടെ ഓർമ്മയിലിരുത്തുക. അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സും കറക്ഷൻസും ഒക്കെ നിങ്ങളുടെ കമന്റ് ത്രൂ തന്നെ അറിയിക്കുക. മാത്രമല്ല കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും കൂടുതൽ ക്ലാസ്സസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലേണിംഗ്.